അറസ്റ്റ് മെമ്മോയിൽ രാഹുൽ ഒപ്പിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിട്ടില്ല എന്ന് അത് രാഹുൽ ഒപ്പിടത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ വക്കീലിനെ കണ്ടിട്ട് ഒപ്പിടാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരതൊരു ഗ്രൗണ്ടായിട്ട് അറസ്റ്റ് മെമ്മോയിലും അറസ്റ്റ് രേഖകളിലും ഒക്കെ ഒപ്പിട്ടില്ല എന്ന് രേഖപ്പെടുത്തി. അത് വ്യാജമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. 15-ാം തീയതി വരെ കസ്റ്റഡി കൊടുത്തിരിക്കുകയാണ്. മെയിനായിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി തന്നെ തെറ്റാണെന്നാണല്ലോ ഒരു മെയിൻ വാദഗതിയായിരുന്നു. പിന്നെ അറസ്റ്റ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഇൻഫോം ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് അറസ്റ്റ് ഇല്ലീഗലാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഗ്രൗണ്ട് പറഞ്ഞിരുന്നത്. പിന്നെ ഇനിയിപ്പം കസ്റ്റഡി ആപ്ലിക്കേഷൻ വന്നുകൊണ്ട് അത് കൺസിഡർ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം എന്ന് വെച്ചാണ് 16-ാം തീയതിക്ക് ഫർദർ ഹിയറിംഗിന് വേണ്ടി 408-ാം നമ്പർ മുറി അതിജീവിതയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന ആളുടെ പേര് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും അതിപ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് തന്നെ അത് നിയമപരമല്ല, അത് ഇല്ലീഗലായിരുന്നു എന്നുള്ള കാര്യത്തിന് നമുക്കാർക്കും ഒരു തർക്കവുമില്ല, അല്ലേ? ഇപ്പോ ഇന്ന് രാവിലെ അതിരാവിലെ പുലർച്ചെ എന്നൊക്കെ പറയുന്ന രീതിയിൽ തിരുവല്ലയിലെ ഈ ഹോട്ടൽ മുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുലിനെയും വന്നുകൊണ്ട് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ആ തെളിവെടുപ്പ് നടത്തിയിട്ട് ആ ഹോട്ടലിലെ രജിസ്റ്റർ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ഹോട്ടലിലെ രജിസ്റ്ററിൽ റൂം എടുത്തിരിക്കുന്നത് പരാതിക്കാരി തന്നെയാണ്. ഇനി പരാതിക്കാരിയുടെ കൂടെയുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടമല്ല. രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരാളുടെ പേരാണ്. ആ പേരെന്താണെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഞാനതിവിടെ പറയുന്നില്ല. കാരണം ആ പേര് മേ ബി കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരായിരിക്കാം. ഇനി നമ്മളത് പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു 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 ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാത്തത്. ഈ യുവതിയോടൊപ്പമുള്ള കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരാളുടെ പേരാണ്. അപ്പോ എന്താണ് വ്യക്തമാകുന്നത്? കോടതിയിൽ ഈ കേസ് 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായില്ലേ? ഇല്ലേ? കാരണം ഹോട്ടൽ മുറി പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ മുറിയിൽ തെളിവായിട്ട് മറ്റൊന്നുമില്ല. മറിച്ച് ഈ പറയുന്ന ഹോട്ടൽ മുറിയിൽ രാഹുൽ ഇല്ലെന്ന് പറയാനുള്ള തെളിവുകളായിട്ട് പലതും ഉണ്ട് താനും. ഹോട്ടൽ രജിസ്റ്ററിൽ മെറ്റീരിയൽ എവിഡൻസിൽ രാഹുൽ മാങ്കൂട്ടം എവിടെയുമില്ല. മെറ്റീരിയൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോടതിക്ക് അവിടെ മെറ്റീരിയൽ എവിഡൻസ് എന്താണ്? ഹോട്ടൽ രജിസ്റ്റർ ആണ്. ആ രജിസ്റ്ററിൽ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പേരില്ല, മറിച്ച് യുവതിയുടെ പേരുണ്ട്, യുവതിക്കൊപ്പം മറ്റൊരാളുടെ പേരും കൂടിയുണ്ട്. ഇപ്പൊ യുവതിയുടെ മാത്രം പേരാണ് ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു അസംഷനിലേക്ക് നമുക്ക് പോകാമായിരുന്നു. മറിച്ച് യുവതിയുടെ പേരുണ്ട്, യുവതിക്കൊപ്പം മറ്റൊരാളുടെ പേരും കൂടിയുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് ഹോട്ടൽ രജിസ്റ്ററിൽ ഇല്ല എന്നുള്ളതാ. ഇപ്പൊ എന്തായി കാര്യങ്ങൾ? ഇനി അവിടെയാണ് രാഹുലിന്റെ വക്കീൽ പറയുന്ന ഈ കാര്യം. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ എന്താ കോടതി കസ്റ്റഡിയിൽ കൊടുത്തത് എന്നൊക്കെ. അതൊക്കെ ഒരു സ്വാഭാവികമായി ഈ കോടതികളിൽ നടന്നു വരുന്ന ഒരു ഏർപ്പാടാണ്. മനസ്സിലായില്ലേ? ഇത് അതുകൊണ്ട് അതിന് ഇപ്പോൾ അങ്ങനെ അതറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ആദ്യം തന്നെ രാഹുലിനെ തൂക്കിയെടുത്തത്. കാരണം രാഹുലിനെ ഒരൊറ്റ ദിവസമെങ്കിലും ജയിലഴിക്കുള്ളിൽ ഇടണമെന്നുള്ളത് പലരുടെയും താല്പര്യമായിരുന്നു, സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു. ഇത് കോടതിയിലേക്ക് പോയി, കോടതിയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ് കോടതി ഒരു തീരുമാനം പറഞ്ഞിട്ട് രാഹുലിനെ അകത്തിടാമെന്ന് കരുതിയാൽ അത് ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ അതിനു മുൻപേ രാഹുലിനെ അങ്ങ് പൂട്ടണം എന്നുള്ളത് പലരുടെയും താല്പര്യമാണ്. അതാണ് പരാതി വളരെ രഹസ്യമാക്കി വെക്കുന്നു, രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു രാത്രിക്ക് രാത്രി, അത് കഴിഞ്ഞ് രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അകത്തിടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എസ്പെഷ്യലി ഇപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകൻ പറയുന്ന കാര്യങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുകളിൽ വലിയ സമ്മർദ്ദമുണ്ട്. അതിനനുസരിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പലതും പച്ചക്കള്ളങ്ങൾ, വ്യാജങ്ങൾ പടച്ചു വിടുന്നുമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിനപ്പുറം കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പച്ചക്കള്ളങ്ങൾ അവരുടെ അഭ്യൂഹങ്ങൾക്കനുസരിച്ച് പ്രചരിപ്പിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം.
രാഹുൽ അത് ചെയ്തു, രാഹുൽ ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് പച്ച നുണകളാണ്. അത് ഈ മാധ്യമങ്ങളുടെ, അവരുടെ സ്ഥാപനത്തിൻ്റെ, അവരുടെ മുതലാളിയുടെ, അവരുടെ റിപ്പോർട്ടറുടെ ഒക്കെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള തലക്കെട്ടുകളാണ് അവർ കൊടുക്കുന്നത്, വാർത്തകളാണ് അവർ കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോടതിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഈ കേസും 8 നിലയിൽ പൊട്ടുമെന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന മെറ്റീരിയൽ എവിഡൻസുകളുടെ അഭാവം അത് ഈ കോടതിയിൽ വലിയ അർത്ഥത്തിൽ ചർച്ചയാവും. കാരണം ഒരാളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അയാളുടെ കയ്യിൽ വേണം. ആ സാധൂകരിക്കുന്ന തെളിവുകളില്ലാത്ത കാലത്തോളം, കാരണം നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ എവിഡൻസുകളാണ് കോടതിയുടെ പരിഗണനാ വിഷയം എന്ന് പറയുന്നത്. ആ പരിഗണനാ വിഷയം മെറ്റീരിയൽ എവിഡൻസുകളാകുമ്പോൾ ഇത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ആരോപണങ്ങളൊന്നും കോടതിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ പുറത്തു വരുന്ന ഈ വാർത്തയനുസരിച്ച്, ഞാനിപ്പോൾ നിങ്ങളോട് ആദ്യം വായിച്ച ആ വാർത്ത, അത് മനോരമ ന്യൂസ് ഇന്ന് പുറത്തുവിട്ട വാർത്തയാണ്. 408-ാം നമ്പർ മുറി അതിജീവിതയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന ആളുടെ പേര് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ നടന്ന ഈ തെളിവെടുപ്പിനിടെ കഴിഞ്ഞുണ്ടായ ഒരു വാർത്തയാണിത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉറപ്പാണ്. ഈ ഒരു കാര്യം, ഹോട്ടൽ രജിസ്റ്ററിൽ അതിജീവിതയുടെ പേരുണ്ട് എന്നുള്ള കാര്യം, കൂടെ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് അല്ല എന്നുള്ള കാര്യം, അത് ഈ പറയുന്ന പരാതിക്കാരിക്ക് കോടതിയിൽ വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഒരു പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ പോയി തപ്പി നോക്കി കഴിഞ്ഞാൽ ഈ വാർത്ത മനോരമ ന്യൂസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മനസ്സിലായില്ലേ? കാരണം എന്താ? കാരണം രാഹുൽ എന്തോ വലിയ ക്രൂരനാണ്, രാഹുൽ എന്തോ വലിയ പൈശാചികനാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ ആരോപണങ്ങൾ പൊള്ളയാകാനുള്ള എല്ലാ സാഹചര്യ തെളിവുകളും ഉണ്ടാകുമ്പോൾ അതൊന്നും ആരും എവിടെയും ചർച്ച ചെയ്യുന്നില്ല, ആരും എവിടെയും പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ഈ പറഞ്ഞ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥര് വ്യാജങ്ങള് കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, യാതൊരു തെളിവുമില്ലാത്ത ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത പരാതി, ആ പരാതി രാഹുലിന്റെ തലയിൽ കെട്ടിവെച്ച് രാഹുലിനെ കുറ്റക്കാരനാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ അഭിഭാഷകനും പറയുന്നത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇപ്പോൾ അഭിഭാഷകനും പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താവും കാര്യങ്ങൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറ്റക്കാരനല്ല. അയാൾ പല ആവർത്തി നമ്മളോട് പറഞ്ഞതാണ്, നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം. പക്ഷേ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമുണ്ടെങ്കിലും ഈ നടക്കുന്ന കുതന്ത്രങ്ങൾ അത് രാഹുൽ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കുതന്ത്രങ്ങൾ മെനഞ്ഞ് തെളിവുകൾ ഉണ്ടാക്കി വ്യാജങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇപ്പം ഇല്ലാത്ത ഒരു ലാപ്ടോപ്പിന് പിന്നാലെ നടക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കി അത് രാഹുലിൻ്റെതാണെന്ന് വരുത്തി തീർത്ത് അതിലൂടെ തെളിവുകൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ സാധ്യമാകുമോ എന്ന്? അധികാരവും സ്ഥാനമാനങ്ങളും ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാകുമെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ ചരിത്രങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കോടതിയുടെ മുൻകാല ചരിത്രങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വ്യാജമായി എത്രയോ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ കാക്കിയിട്ടിട്ടും അധികാരമുണ്ടായതിൻ്റെയും അടിസ്ഥാനത്തിൽ പലരും ഉണ്ടാക്കിയെടുക്കുന്നതാ. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ രാഹുലിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഒരുപക്ഷെ ഇതൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ഒന്നും മറികടക്കാൻ കഴിയുമായിരുന്നില്ല. ഇനി അതിനപ്പുറം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒരു MLA അല്ല, അയാൾ ഒരു പബ്ലിക് ഫിഗർ അല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അവിഹിതങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു പരാതിയായിട്ട് വരുമായിരുന്നോ? ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? പിന്നെ എന്തുകൊണ്ട് ഇത് പരാതിയായി വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ പൊളിറ്റിക്കൽ അജണ്ടകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്കാർക്കുമില്ല.
ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആ പൊളിറ്റിക്കൽ വേട്ട തന്നെയാണ് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും എനിക്കില്ല എന്നുള്ളതാണ്. അയാൾ ഒരു MLA ആയതുകൊണ്ടും അയാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടും അയാൾ പലരുടെയും കണ്ണിലെ കരടായതുകൊണ്ടും അയാൾ പലരെയും അടിച്ചു വീഴ്ത്തിയത് കൊണ്ടും അയാളുടെ നാവിൻ മൂർച്ച അത് പലരും അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നിങ്ങനെ വേട്ടയാടപ്പെടുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പരാതി പോലും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ വ്യക്തമായ പൊളിറ്റിക്കൽ അജണ്ടകൾ നിർണയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കെട്ടിയടിപ്പിച്ച് അയാളെ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതുപോലെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുവാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അവർ അതിനു വേണ്ടിയുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതാണിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല സന്ദർഭങ്ങളിൽ നിങ്ങളോട് പറഞ്ഞത്, ഈ പരാതി തുടങ്ങുന്നത് തന്നെ അതിൻ്റെ വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് പറയാൻ കാരണം എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ ആവർത്തി പറഞ്ഞതാ. വീണ്ടും അത് ഞാൻ ആവർത്തിക്കുന്നില്ല, വീണ്ടും ഞാൻ നിങ്ങളോടത് പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പൊ അഭിഭാഷകന്റെ വാക്കുകൾ കൂടി നിങ്ങൾ കേട്ടല്ലോ. ഇല്ലീഗലായിട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് പച്ചക്കള്ളങ്ങൾ, വ്യാജങ്ങൾ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ കസ്റ്റഡി നോട്ടീസിൽ അതല്ലെങ്കിൽ മറ്റു പല റിപ്പോർട്ടുകളിലും കോടതിയിൽ നൽകുന്ന പല പേപ്പറുകളിലും വ്യാജങ്ങൾ പടച്ചു വിട്ടുകൊണ്ട് കോടതിയെ കബളിപ്പിച്ച് രാഹുലിനെ കുറ്റക്കാരനാക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട എന്നുള്ളതാണ്.